ഹായ് എവരി വൺ. അങ്ങനെ ബിഗ് ബോസ് വീട് വലിയൊരു മരണ വീടാവുകയാണ് മക്കളെ. എല്ലാവരും കരയുകയാണ്. എന്താണ് വിഷയമല്ലേ? ഞാൻ ഇന്ന് 2-3 വീഡിയോ ക്ലിപ്പ് സൈഡിൽ പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും. സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി, അനീഷിനെ പറ്റി ജിസിനും ഈ പറയുന്ന അഭിലാഷും പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് സ്നേഹം വന്നത്. ഒരു കാര്യം ഇന്ന് ഇടയ്ക്ക് പറയുകയാണ്. ഇന്ന് എനിക്ക് പേഴ്സണലി വന്ന കമൻറ്റ്, ഞാൻ അനുമോളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇന്നലെ വരെ അനീഷിന് സപ്പോർട്ട് കൊടുത്ത ഞാൻ എന്തിന് ഇന്ന് അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് ഞാനിട്ട വീഡിയോക്ക് താഴെ, കഴിഞ്ഞ വീഡിയോക്ക് താഴെ കമൻറ്റ് വന്നത്. നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, ഞാനെന്നല്ല കേരളത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സും, അതായത് എന്നെപ്പോലെ വിഷയം പറയുന്ന എല്ലാ യൂട്യൂബേഴ്സും അവരവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം അനീഷിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, മറ്റേ ദിവസം ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്യേണ്ടത് വരും. അതായത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ അനുമോൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ അനീഷിന് സപ്പോർട്ട്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഞങ്ങളിലേക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. ഞാൻ അനുമോളുടെ PR ആണെങ്കിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ കൊണ്ടുവരും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പ്ലേ ചെയ്യുന്ന ഓരോ വീഡിയോ ക്ലിപ്പും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഗെയിമായിട്ട് കണ്ടു, എല്ലാം മാറി. പക്ഷെ എനിക്ക് വിഷമമായി. ഞാനത് കുറച്ച് നേരം ബെഡിൽ ഇങ്ങനെ പോയിരുന്ന സമയത്ത് ഞാനത് ഇന്നലെ അനീഷിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അനീഷ് വന്നിട്ട് എൻ്റെ ഫേസിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഓട്ടറ എന്നിട്ട് ചുമ്മാ ഈ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോയി. പക്ഷെ ആ ഒരു ടച്ചിലും ആ ഒരു ഓട്ടറ എന്ന് പറയുന്ന ആ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് ഒരു സാധനത്തില് ഭയങ്കര ഒരു അർത്ഥമുള്ള ഒരു സാധനമായിരുന്നു. കാര്യം എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഭയങ്കര നിങ്ങളിലെ ഒരു വേറൊരു മനുഷ്യനെ ഞാൻ ആ ഒരു നിമിഷം ഞാൻ കണ്ടു. സോ അനീഷിനെ അന്ന് മുതൽ എനിക്കറിയത്തില്ല, അനീഷിനെ അന്ന് മുതൽ ഞാൻ അനീഷുമായിട്ട് പിന്നീട് അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അല്ലാതെ എന്ത് കാര്യത്തിനും അനീഷിനെതിരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതിനുശേഷം ഞാൻ അനീഷിന്റെ അടുത്ത് അധികം കാര്യം നിങ്ങൾ വേറൊരു വ്യക്തിത്വം കൂടെ നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി. സോ അനീഷിനെയാണ് ഞാൻ പറയുന്നത്. വലിച്ചു നീട്ടുന്നില്ല. എന്താണ് ജിസിന് പറയാനുള്ളത് അതും കൂടി നിങ്ങൾ കേൾക്കണം. ഓക്കെ, എന്തൊക്കെ തീരുമാനമാകുന്നവർ ഞാൻ കഴിക്കില്ല, തീരുമാനിച്ചു കഴിക്കില്ല. അന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചില്ല. രാത്രി ആയപ്പോൾ ആ സാധനം ഒന്ന് കോംപ്രമൈസ് ആയി. ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു കോംപ്രമൈസ് ആയി. ആ കോംപ്രമൈസ് ആയതിന് മെയിൻ ഒരു കാര്യം ഞാൻ എനിക്ക് അനീഷിന്റെ ഒരു ഇടപെടൽ. അതിൽ അനീഷ് വന്നിട്ട് ആ ഒരു കരുതലോട് കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് അനീഷ് ജിസിനെ കഴിക്കില്ല. എന്നോട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്ന് കഴിക്കുന്നത് ബാക്കി എല്ലാവരും ആ ഒരു ദേശത്തിന്റെ കഴിക്കാൻ വേണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അതിനിടയിലും നിങ്ങൾ വന്ന് കഴിക്കൂ, അതിന് ഭക്ഷണത്തോട് കാണിക്കല്ലേ. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ കടന്നു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം ഒരു ദിവസം നിങ്ങൾ ആശുപത്രി കിടക്കേണ്ടി വരും. ആശുപത്രി ഒരു ദിവസത്തിന് മുകളിൽ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്താവേണ്ടി വരും. ഇതൊക്കെ ആലോചിക്കണം. ജിഷിനെ വന്ന് കഴിക്കൂ, ഭക്ഷണത്തോട് കാണിക്കല്ലേ എന്ന് പറഞ്ഞ് വളരെ ആത്മാർത്ഥതയോടുകൂടി വന്ന് പറഞ്ഞ് എന്നോട് മാത്രമല്ല ഈ കാര്യത്തിൽ വഴക്കുണ്ടാക്കിയ ഒലീലിനോടും ബാക്കിയുള്ളവരോടും പോയി സംസാരിച്ച് അത് കോംപ്രമൈസ് ആക്കിയതിന് എനിക്ക് ആ ഒരു മൊമെന്റ് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട മൊമെന്റ് ആയിരുന്നു. അനീഷിന്റെ ആ ഒരു നല്ല മനസ്സിന് നന്ദി. അനീഷ് അതൊരു നല്ല മനസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഗുഡ്. ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നല്ലതല്ല നമ്മൾ പറയേണ്ടത്. അപ്പം ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അനീഷ് തോന്നുന്നു. പൊന്നാര പ്രേക്ഷകരെ, ഒരു കാര്യം ഞാൻ പറയുകയാണ്. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യം, അതായത് എല്ലാ കണ്ടസ്റ്റൻറ്റും വെറും ചീപ്പായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ സീസണിൽ. അതിൽ എണ്ണി നോക്കിയാൽ അനീഷ്, ഷാനവാസ് തുടങ്ങിയ അനുമോള് തുടങ്ങിയ വളരെ വളരെ ചുരുക്കം വരുന്ന കണ്ടസ്റ്റൻ്റാണ് ഇത്തിരി, അതായത് നല്ല കണ്ടസ്റ്റൻ്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന അനീഷ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു സ്ത്രീയോടെങ്കിലും മോശമായി സംസാരിച്ചിട്ടുണ്ടോ? ഡീന്ന് വിളി സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ത്രീയോട് കാരണമില്ലാതെ അനീഷ് എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് എന്തെങ്കിലും വഴക്കാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതായത് നമുക്ക് കാണുന്ന കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ്, അനീഷ് നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ നിലവിലെ ട്രെൻഡ്, ഞാൻ രാവിലെ അനുമോളുടെ വലിയൊരു PR ആയി. കാരണം നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ബിഗ് ബോസ് വീട്ടിൽ എന്താണ് നടക്കുന്നത് നമുക്ക് കിട്ടുന്നുണ്ട് വിവരം. കാരണം ഈ പണിയെടുക്കുന്ന നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ലീക്കായി കിട്ടുന്നുണ്ട്. അതിനെ അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, നിലവിൽ അനുമോൾക്കാണ് കപ്പ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ബിഗ് ബോസിൻ്റെ ഏത് സീസണായിട്ടും ഒരു പെണ്ണും ഇതുവരെ വിജയിച്ചിട്ടില്ല ക്ലിയറായിട്ട്. സീസൺ 4 ദിൽഷ വിജയിച്ചത് റോബിൻ്റെ അഭാവത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ബിഗ് ബോസിന് ഒരു പെണ്ണിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഓപ്ഷനുള്ളത് അനുമോളാണ്. അനുമോൾക്ക് വോട്ടുമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിൻഡോ അതുപോലെ അഖിൽമാരാരെ പോലെ ഇപ്പോൾ ജിൻഡോയെ പോലെ അഖിൽമാരാരെ പോലെ അനീഷിന് വോട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ വോട്ടുള്ളത് അനുമോളും അനീഷും തുല്യം. അതായത് ഒരു 500 വോട്ടിന് ഡിഫറൻറ്റോ 400 വോട്ടിന് ഡിഫറൻറ്റോ ആ ലെവലിലാണ് അനീഷും അനുമോളുള്ളത്. അപ്പോൾ എന്താകും, ബിഗ് ബോസ് എന്തായാലും ഈ പറഞ്ഞ അനുമോളെ ആയിരിക്കും വിൻ ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ ഇൻഫർമേഷനാണ് ഞങ്ങളിലേക്ക് കിട്ടുന്നത്, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊന്നാര പ്രേക്ഷകരെ, ഇതുവരെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല. നാളെയും അനീഷ് നല്ല ചെയ്യുകയാണെങ്കിൽ വീഡിയോ ചെയ്യും, അനുമോൾ നല്ല ചെയ്യുകയാണെങ്കിൽ വീഡിയോ ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളെ വേണം. എന്നെ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യുന്നവർ എനിക്ക് വേണം. കാരണം ബിഗ് ബോസ് തീർന്നാലും നാട്ടിൽ നടക്കുന്ന പ്രശ്നം ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയും. അപ്പോൾ നിങ്ങൾ വേണം എനിക്ക്. അപ്പോൾ ഞാൻ ആരുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും മേടിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.